നമസ്കാരം സുഹൃത്തുക്കളെ. ലോകത്തിന് മൊത്തം ആശ്വാസമേകിക്കൊണ്ട് വൈറ്റ് ഹൗസിൽ നിന്ന് വലിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന യുദ്ധം അവസാനിക്കുകയാണ്. ഈ വീക്കെൻഡിൽ അമേരിക്ക ഇറാന് മേൽ വലിയ ആക്രമണം അഴിച്ചുവിടുമെന്ന് വാർത്തകൾ വന്നിരുന്നു. അതിനിടെയാണ് പൊടുന്നനെ ഈ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് എന്നുള്ള വലിയ ആശ്വാസമേകുന്ന പ്രസ്താവന ട്രംപിൽ നിന്ന് നേരിട്ട് വരുന്നത്. ആരൊക്കെയാണ് ഈ സമാധാന ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത്? മന്ദഭക്തരുടെ വിശ്വഗുരുവിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഏതൊക്കെ കാര്യങ്ങളിലാണ് ധാരണയായിരിക്കുന്നത്? ഇതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം സത്യസന്ധമായി വ്യക്തമായി മനസ്സിലാക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. मुझे मोस्ट स्टूपिड पीएम कहा गया. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് മേൽ നടത്തുന്ന ഈ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് 3 മാസത്തോളം ആയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 28-നാണ് ഇത് ആരംഭിക്കുന്നത്. യാതൊരു ആവശ്യവുമില്ലാതെ യാതൊരു പ്രകോപനവും കൂടാതെ നടത്തിയ ഈ യുദ്ധം വഴിയായി ലോകമെങ്ങും വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തത്. ക്രൂഡ് ഓയിലിന്റെ വില ഏതാണ്ട് ഇരട്ടിയായാണ് വർദ്ധിച്ചത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഇന്ത്യയാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. അമേരിക്കൻ സമയം ശനിയാഴ്ച വൈകുന്നേരം ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പങ്കുവച്ചുകൊണ്ട് വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും പിന്നെ താഴെ പറഞ്ഞിരിക്കുന്ന വിവിധ രാജ്യങ്ങളും ചേർന്ന് ഒരു ധാരണ ഉണ്ടാക്കുന്നതിൽ ചർച്ച നടത്തി. അതിൻ്റെ അന്തിമ രൂപം ഈ രാജ്യങ്ങൾ ചേർന്ന് തീരുമാനിക്കും. ട്രംപ് കുറിച്ചത് ഇങ്ങനെയാണ്: ഞാനിപ്പോൾ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലാണ് ഉള്ളത്. സൗദി അറേബ്യയുടെ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, ഖത്തറിന്റെ എമീർ തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ ദാനി, പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം ബിൻ ജാബർ അൽ ദാനി, മന്ത്രി അലി അൽ തവാദി, പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ സയ്യിദ് അസീം മുനീർ അഹമ്മദ് ഷാ, ടർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി, ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ്, ബഹ്റൈനിലെ ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവ് എന്നിവരുമായി ഇപ്പോൾ വളരെ നല്ലൊരു ഫോൺ സംഭാഷണം പൂർത്തിയായി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെക്കുറിച്ചും സമാധാനവുമായി ബന്ധപ്പെട്ട ഒരു ധാരണാപത്രത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തത്. അമേരിക്ക, ഇറാൻ, ഒപ്പം മുകളിൽ പറഞ്ഞ മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വലിയ കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ചില അവസാനഘട്ട തീരുമാനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുകൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിബി നെതന്യാഹുവുമായും ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ആ ചർച്ചയും വളരെ വിജയകരമായിരുന്നു. ഈ ചരിത്ര കരാറിൻ്റെ അവസാനഘട്ട വിശദാംശങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തു വരികയാണ്. ഇത് ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഈ കരാറിലെ പല പ്രധാന കാര്യങ്ങൾക്കുമൊപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായും തുറന്നു നൽകും എന്നതും ഉൾപ്പെടുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി. പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളുടെ പേര് ശ്രദ്ധിച്ചോ? സൗദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, ടർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ. ഇസ്രയേലിന്റെ പേര് പോലുമില്ല. എവിടെയാണ് വിശ്വഗുരു നരേന്ദ്രമോദിയുടെ പേര്? ലോകത്തിലെ ഇത്ര വലിയ സംഭവം നടക്കുമ്പോൾ ഉള്ളത്. വിദേശകാര്യമന്ത്രി എന്ന് പറയുന്ന ജയശങ്കർ പറഞ്ഞ കാര്യമാണ് ഇത്. ലോകത്തിലെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നും ഇന്ത്യയുടെ, മോദിയുടെ കൺസൾട്ടേഷൻ കൂടാതെ തീരുമാനമെടുക്കുകയില്ല എന്ന്. ഇങ്ങനെയാണ് തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത ഇവരുടെ മന്ദഭക്തരെ ദിനം പ്രതി ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, കളിയാക്കുന്നത്. ഇവർ ഇറക്കുന്ന ഇത്തരം പ്രസ്താവനകൾ സത്യമാണ് എന്ന് മന്ദഭക്തർ വിശ്വസിക്കും. അത് പ്രചരിപ്പിച്ച് നടക്കും. ഹിപ്പോക്രസിക്ക് भी सीमा होती है. വിശ്വഗുരുവിന്റെ പൊടി പോലുമില്ല ഇതിൽ കണ്ടുപിടിക്കാനെങ്കിലും ലോകത്തിന് മൊത്തം, പ്രത്യേകിച്ച് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ് ഇത് എന്ന് പറയാതെ വയ്യ. ഇതിനുശേഷം ട്രംപ് പ്രത്യേകമായി ടർക്കിയുടെ പ്രസിഡന്റ് എർദോഗന് നന്ദി അറിയിച്ചു. നന്ദി പ്രസിഡന്റ് എർദോഗൻ. പിന്നെ മോദിയെപ്പോലെ തന്നെ സ്വയം താൻ വിശ്വഗുരുവാണ് എന്നും അതിനിടയിൽ ട്രംപ് എഴുതിയിരിക്കുകയാണ്.
ലോകം നൂറ്റാണ്ടുകളായി കാത്തിരുന്ന നേതാവാണ് ട്രംപ്. ശക്തിയെക്കുറിച്ച് അയാൾ പറയുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹം ശക്തിയുടെ മൂർത്ത രൂപമാണ്. പക്ഷേ ഇതൊന്നും അമേരിക്കയിലെ ആളുകളുടെ ഇടയിൽ ഏശുകയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അമേരിക്കക്കാർക്ക് വിവരമുണ്ട്. ഇവിടെ ട്രംപിന്റെ പരിപൂർണ കീഴടങ്ങലാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയും ഇതിൽ നിന്ന് ഊരാൻ ട്രംപ് പെടാപ്പാട് പെടുകയായിരുന്നു. അമേരിക്കയിൽ ആളുകളെല്ലാം തന്നെ ട്രംപിന് എതിരായി. ട്രംപിന്റെ പാർട്ടി തുടർച്ചയായാണ് ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ വലിയ മാർജിനിൽ പരാജയപ്പെടുന്നത്. അതുപോലെ ചെല്ലുന്നിടത്തു നിന്നെല്ലാം ആളുകൾ ട്രംപിനെ കൂവി ഓടിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതിൽ ധാരണയായിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം പരിപൂർണ കീഴടങ്ങൽ ആണ് എന്ന്. അൽ ജസീറയുടെ അലി ഹാഷിം സോഴ്സസിനെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തിയതാണ് ഇത്. യുദ്ധം ലെബനോൻ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പരിപൂർണമായി അവസാനിപ്പിക്കും. അമേരിക്ക മരവിപ്പിച്ച ഇറാന്റെ ബില്യൺ കണക്കിന് ഡോളർ ഫണ്ട് റിലീസ് ചെയ്യും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്കയുടെ ബ്ലോക്കേഡ് അവസാനിപ്പിച്ച് പരിപൂർണമായി തുറക്കും. ഇറാൻ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ ഉടനടി പിൻവലിക്കും. അതിനുശേഷം ന്യൂക്ലിയർ ഇഷ്യൂവിൽ ധാരണയിലെത്താൻ 30 ദിവസം. ഈ 30 ദിവസം പരസ്പര സമ്മതത്തോടെ വീണ്ടും ആവശ്യമനുസരിച്ച് നീട്ടും. 30 ദിവസങ്ങളിൽ ഹോർമൂസിലൂടെ പാസേജ് അനുവദിക്കും. ഇറാൻ പറയുന്നതനുസരിച്ച് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ നിയന്ത്രണം ഇറാനും ഒമാനും ആയിരിക്കും. അത് മസ്കറ്റുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നതിന് ഇറാൻ ടോൾ വാങ്ങുകയില്ല എന്നാണ് ധാരണ എന്ന് ഒരു അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വിശ്വഗുരുവിന്റെ യാതൊരു പങ്കും ഇല്ലെങ്കിലും ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലെങ്കിലും ഈ കാണുന്ന അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ട് മന്ദഭക്തർ പ്രചരിപ്പിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ് മോദിയാണ് ഇതിന് മുൻകൈയെടുത്തത് എന്ന്. അതിൽ റൂബിയോ പറഞ്ഞിരിക്കുന്നു, അമേരിക്കയും ഇന്ത്യയുമായുള്ള ബന്ധങ്ങളുടെ പ്രാധാന്യം അടിവരയിടുന്നതിനു വേണ്ടി ഞാൻ ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളും അമേരിക്ക ഇന്ത്യ എനർജി പാർട്ട്ണർഷിപ്പും അത്യാവശ്യമായ സപ്ലൈ ചെയിൻ ഉറപ്പാക്കുന്നതും നൂതനമായ ടെക്നോളജികളിൽ സഹകരണത്തിന്റെ ആവശ്യകതയും ചർച്ച ചെയ്തു. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളും മോദിയുമായി ചർച്ച ചെയ്തു എന്നാണ്. അപ്പോൾ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ മോദി റൂബിയോയോട് ആവശ്യപ്പെടുകയും അത് കേട്ട് അമേരിക്ക യുദ്ധം ഉടനടി അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് മന്ദഭക്തർ യാതൊരു നാണവും മാനവുമില്ലാതെ പ്രചരിപ്പിക്കുവാൻ മടിക്കുകയില്ല. ട്രംപ് പറഞ്ഞ ഈ ചർച്ചയിൽ ഇസ്രയേലിന്റെ പേരില്ല എന്ന് ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതായത് സംഘികളുടെയും മോദിയുടെയും ഫാദർലാൻഡിനെയും ട്രംപ് തഴഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ട്രംപിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി കേട്ടുകൊള്ളൂ. What have you said to Prime Minister Netanyahu about Iran and how long to hold off on strike? He's fine. He'll do whatever I want him to do. He's a very good man. He'll do whatever I want him to do, and he's a great guy. To me, he's a great guy. Don't forget, he was a wartime prime minister. മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് നെതന്യാഹുവിനോട് എത്ര നാൾ നടപടിയെടുക്കരുത് എന്നാണ് പറഞ്ഞത് എന്നാണ്. അതിന് ട്രംപ് പറഞ്ഞ മറുപടി, ഞാൻ പറയുന്നത് നെതന്യാഹു ചെയ്യും. അയാൾ വളരെ നല്ല മനുഷ്യനാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും അയാൾ ചെയ്യും. അയാൾ വളരെ നല്ല വ്യക്തിയാണ്. ട്രംപിനോട് മോദിയെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് ട്രംപ് മറുപടി പറയുക എന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ചർച്ചയിൽ നിന്ന് ഇസ്രയേലിനെ പരിപൂർണമായി ഒഴിവാക്കി. ഇസ്രയേലിന് ഇതിൽ വലിയ അതൃപ്തിയാണ് ഉള്ളത് എന്ന് വളരെയേറെ റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും മോദിയെയും മോദിയുടെ ഡാഡിയെയും ഒഴിവാക്കി പാകിസ്ഥാൻ വരെ ഉൾപ്പെട്ട ചർച്ചയിലൂടെ ഈ അനാവശ്യ യുദ്ധം അവസാനിക്കുന്നത് ലോകത്തിന് മൊത്തവും പ്രത്യേകിച്ച് ഇന്ത്യക്കും വലിയ ആശ്വാസമാണ്. അതുപോലെ ഇതുവഴി ഗൾഫ് മേഖലയിൽ ശാശ്വതമായ സമാധാനം കൈവരും എന്ന് പ്രത്യാശിക്കാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. താങ്ക് യു.